ഹലോ, വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ ഏഡൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി ഉപ്പുമാവുമായിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും നമ്മൾ റവയും ഗോതമ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതൊരൈറ്റം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതിന് കുസ്കുസ്ന്നും കസ്കസ്ന്നും ഒക്കെ പറയാറുണ്ട്. ഇതൊരു സീഡൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ പാസ്തയുടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു വേറൊരു വകഭേദം പോലെ ഒരു ഷേപ്പിലുണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്കതിനായിട്ട് ആദ്യമേ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കുക. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സാധാരണഗതിയിൽ അല്പം നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒന്നിൽ മാത്രമല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഒരു പിടി കറിവേപ്പില. എൻ്റെ അടുത്ത് കറിവേപ്പിലയുടെ ഇത്തിരി ക്ഷാമം കാരണമാണ് കുറച്ചിട്ടത്, അല്ലെങ്കിൽ അല്പം കൂടി ഇടാവുന്നതാണ്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞതും നന്നായിട്ടൊന്നിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം ഒരു അര സവോള ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് ചൂടാവട്ടെ. അതിനകത്തോട്ടേക്ക് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അതൊന്ന് വഴന്ന് വരാനായിട്ട് സഹായിക്കും. നല്ല ഫ്രൈ ആവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അതിനുശേഷം അതിനകത്തോട്ടേക്ക് ഇതേ മിക്സഡ് വെജിറ്റബിൾസ്, ഞാൻ ഇതിനകത്ത് ഗ്രീൻ ബീൻസ്, ക്യാരറ്റ്, ബേബി കോൺ ഇതെല്ലാം കൂടെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാരറ്റോ ബീൻസോ ഒക്കെ മാത്രമായിട്ടും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഞാനത് അതും കൂടെ ഇതിനകത്തോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പിന് 1.25 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം നമ്മളിവിടെ ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുമാവിനൊക്കെ നമ്മൾ ഉപ്പിടുമ്പോൾ ഒരു പൊടിക്ക് മുന്നോട്ട് നിന്നുള്ള രീതിയിലാണ് ഉപ്പിടുന്നത്. അതുപോലെ നമുക്ക് ഇതിന് ആവശ്യത്തിന് ഒരു പൊടിക്ക് മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി തിളയ്ക്കട്ടെ. അതിനുശേഷം ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കുസ്കുസ്, ഇതിന് കസ്കസ്ന്നും കുസ്കുസ്ന്നും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വേഗം അടിക്ക് പിടിച്ചു പോകും. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊരു മൂടി വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് അതിൻ്റെ വെള്ളം പറ്റുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇതുണ്ടോ, ഇപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നൊന്ന് തൊടാതെ കട്ട കെട്ടാതെ നല്ല സൂപ്പറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി കുസ്കുസ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്കൊക്കെ ആണെങ്കിലും കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ടതിനും എല്ലാവർക്കും താങ്ക് യു. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ.